ഇടുക്കി കുട്ടിക്കാനത്ത് കാട്ടാനാക്രമണം. കുട്ടിക്കാനം സ്വദേശി സുനിൽ വർഗീസിന്റെ വീട്ടുമുറ്റത്തും കൃഷിയിടത്തിലുമാണ് കാട്ടാനകൾ വ്യാപക നാശം വിതച്ചത്. തെങ്ങും വാഴയും ഉൾപ്പെടെ കൃഷി നശിപ്പിച്ച കാട്ടാന വീടിന്റെ കയ്യാലയും നായക്കൂടും തകർത്തു. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ കരടിയിറങ്ങി. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിലാണ് കരടിയെ കണ്ടത്. തിങ്കളാഴ്ച രാത്രി വിനോദസഞ്ചാരികളാണ് കരടിയെ കണ്ടത്. കേരളത്തിന് പൊള്ളുന്നു. ഉഷ്ണതരംഗത്തിൽ വെന്തുരുകി പാലക്കാട്. നാളെ വരെ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. 4 ദിവസമായി 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ജില്ലയിലെ താപനില. നാളെ വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കരുതെന്നാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. കൊടും ചൂടിൽ 3 പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ മരിച്ചത്. പാലക്കാട് ചാലശ്ശേരിയിൽ വീടിനകത്ത് കിടന്നുറങ്ങിയ 86-കാരന് പൊള്ളലേറ്റു. കുന്നത്തേരി കടവരാത്ത് ക്യാപ്റ്റൻ സുബ്രഹ്മണ്യനാണ് പൊള്ളലേറ്റത്. ചൂടിന്റെ കാഠിന്യമാണ് പൊള്ളലേൽക്കാൻ കാരണമെന്നാണ് നിഗമനം. വീടിനകത്തെ മുറിയിൽ കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോഴാണ് കയ്യിന് നീറ്റൽ അനുഭവപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നു. കടുത്ത വേനലിൽ വലഞ്ഞ് കുട്ടനാട്ടിലെ കർഷക കുടുംബങ്ങൾ. 10 പഞ്ചായത്തുകളിലെ ജനങ്ങളാണ് കുടിവെള്ളം പോലുമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. വേനൽ ചൂടിൽ കേരളം ചുട്ടുപൊള്ളുകയാണ്. അതിരൂക്ഷമായ ചൂടാണ് എല്ലായിടങ്ങളിലും അനുഭവപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ ചുറ്റും വെള്ളമാണ് കുട്ടനാട്ടിൽ. പക്ഷേ രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധി നേരിടുന്ന കേരളത്തിലെ പ്രദേശങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്. നാളുകളായി വെള്ളമില്ലാതായിട്ട്. നിങ്ങൾ കുടിവെള്ളത്തിന് എന്താ ചെയ്യുക? നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുമല്ലോ, തന്നെ ചെയ്യും. കാശ് കൊടുത്ത് മേടിക്കാനാണെങ്കിൽ എൻ്റെ വീട്ടിലാണ് 2 പേര് വയ്യാത്തവരാ, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാത്തിനെയും പൈസ കൊടുക്കാൻ പോയാൽ എന്ത് ചെയ്യും നമ്മൾ? എന്താ പഞ്ചായത്തുകാരെന്താ പറയുന്നത്? പഞ്ചായത്തുകാരൊന്നും പറയുന്നില്ല. അവർ തരും 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 നന്നാക്കുന്നുണ്ട് പൊട്ടിക്കിടക്കുവാണ് എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം ഉപ്പളം കയറ്റി വിട്ടു. എല്ലാവരും എടുത്ത് കഴിഞ്ഞിട്ട് അത് ഉപേക്ഷിക്കുമായിരുന്നു. ഉപ്പളം കയറ്റി വിട്ടിട്ട് പിന്നെ എടുക്കാൻ. ഈ പ്രശ്നം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5-10 ദിവസമായി. വെള്ളം തീരെ ഇല്ലാതായിട്ട്. ഇത് ഇവിടെ ആൾക്കാർ പഞ്ചായത്ത് പറയുന്നുണ്ട്, എല്ലായിടത്തും ചെന്ന് പറയുന്നുണ്ട്. ഇതുവരെയായിട്ട് ഇനിയൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇപ്പം വരെ ഞങ്ങളൊക്കെ ഈ കണ്ടത്തിന്റെ നടക്ക് 4-ാം വാർഡില്ല എന്റെ വീട്. കണ്ടത്തിന്റെ അടുക്ക് കിടക്കുന്നത് വള്ളത്തേലും വെള്ളം വരുന്നില്ല, ഒരു രീതിയിലും വെള്ളമില്ല. ആ സാഹചര്യം ഇപ്പം ചെയ്യാമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. വർഷങ്ങളായി നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ളത്തിന്റെ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ കൈനകരിയിലെ ഈ മുണ്ടക്കൽ എന്ന് പറയുന്ന വാട്ടർ ടാങ്കിൽ അടിക്കുന്ന വെള്ളം കൊണ്ട് നമുക്ക് കിഴക്കൻ പ്രദേശത്തേക്ക് എത്തത്തില്ല. അവർക്ക് എല്ലാവർക്കും അറിയാമെന്ന് അറിയുന്നുണ്ട്. ഇനി അതിനുള്ള സോഴ്സ് നമുക്കില്ല. പക്ഷേ ജനങ്ങളെ വർഷാവർഷം പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വെള്ളം തരാമെന്നുള്ളത്. ഇത്തവണയും തന്നെ ശരിക്കും ഒരു 10 ദിവസമായിട്ട് നല്ല രീതിയിലുള്ള കുടിവെള്ളക്ഷാമമുണ്ട്. എങ്കിൽ പോലും അത് പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ തോടുകളിൽ പോളയില്ലായിരുന്നുകൊണ്ട് അന്നൊക്കെ എല്ലാവരും വള്ളത്തെ പോയി എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ തോടുകളിലൊക്കെ പോള നിറഞ്ഞതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് കുടിവെള്ളം എടുക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. 2 കുപ്പി വെള്ളം എടുക്കണത് 50 രൂപ 100 രൂപ കൊടുക്കണം. നിങ്ങൾ ഇവിടുന്ന് സത്യം പറഞ്ഞാൽ വെള്ളം എടുക്കാൻ പോകണമെങ്കിലും അതും ഒരു ചാർജ് ആണല്ലേ? വെള്ളം എടുത്ത് അല്ലേ? വണ്ടിയുണ്ട്, വള്ളമുണ്ട്. വള്ളത്തെപ്പോ എടുക്കുന്നുണ്ട്, നമുക്ക് പ്രശ്നമില്ല. അപ്പൊ വെള്ളം എടുക്കാൻ പോകണമെങ്കിൽ നമ്മൾ ഒരു കുപ്പി വെള്ളത്തിന് 50 രൂപ കൊടുക്കണം. അത് ഈ 2 കുപ്പി വെള്ളം എടുത്താൽ വീട്ടിലേക്ക് അത് നടക്കത്തില്ല. അരി വെക്കാനും പറ്റില്ല, കുടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം ഉപ്പാണിത്. എങ്ങനെയുണ്ട് ഇവിടെ പ്രദേശത്തെല്ലാം വെള്ളം കിട്ടുന്നില്ലെന്നാ പറയുന്നത്? എത്ര വാർഡ് കാര്യ? 15-ാം വാർഡ്. എന്നാ അവസ്ഥ എന്താ അവിടെ? അവിടെ വെള്ളം
വള്ളത്തെ കൊണ്ടിരുന്നില്ല വെള്ളം. ഇടയ്ക്ക് 2 മാസം കൂടി ഞങ്ങളുടെ ഒരു വീട്ടിന് ഒരു ദിവസം കിട്ടിയത്. 2 മാസം കൂടി ഒരു ദിവസം 400 ലിറ്റർ വെള്ളം. പിന്നില്ല വെള്ളം തുടങ്ങിയിട്ട്. പിന്നെ ഉപ്പുവെള്ളം വന്നപ്പം ഒട്ടുമില്ല. പൈപ്പിലും വെള്ളം വരുന്നില്ല, ഞങ്ങൾക്ക് കുടിക്കാനും ഇല്ല. ഉപ്പുവെള്ളമാണ് ഇപ്പം ഇവിടെ. ഞങ്ങളൊക്കെ ഇനി വല്ല പടിഞ്ഞാറക്കര എങ്ങാനും പോയി താമസിക്കാൻ പോയി. എല്ലാരും പോവുകയാണല്ലേ സത്യം പറഞ്ഞാൽ? എന്ത് ചെയ്യും? ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്ക് അലക്കണം, കുളിക്കണം. ഇപ്പം തോട്ടിലേക്ക് നല്ലതാണെങ്കിൽ പിന്നെ ഞങ്ങൾ അതെങ്കിലും കോരിയിട്ട് കഞ്ഞി വെച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ കുളിക്കുകയോ അലക്കുകയോ ഒക്കെ ചെയ്യും. ഇപ്പം ഒന്നിനും ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യമായിപ്പോയി ഞങ്ങൾക്കിപ്പോൾ. ഇങ്ങനെ ഇത്രയും നാളുകൾക്കകം ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ദാരിദ്ര്യം വന്നിരിക്കുന്ന വെള്ളത്തിൻ്റെ. വെള്ളം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും? തോട്ടിലാണ് വെള്ളമില്ല ഇപ്പം. കണ്ടോ, പൈപ്പ് വെള്ളം പിടിച്ചു വെച്ചിരുന്ന ഇപ്പം വെള്ളമില്ല. വേറെ മാർഗമില്ല, നമുക്ക് വെള്ളമില്ല. അത് ആറ്റിലെ വെള്ളം. അത് ഞങ്ങൾ ഒന്നിനും എടുക്കുന്നില്ല, അത് ഉപ്പായതുകൊണ്ട്. കാരണം ദേഹത്തൊഴിച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. കൈനഗിരിയിൽ 1 മുതൽ 15 വാർഡുകളുണ്ട്. ഈ 15 വാർഡുകളിലെ സാഹചര്യം ഇതാണെന്നാണ്. നമ്മൾ നോക്കുമ്പോൾ മുഴുവൻ സ്ഥലത്തും വെള്ളമാണ്. പക്ഷേ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, കുളിക്കാനോ ഭക്ഷണം ഉണ്ടാക്കാനോ പോലും വെള്ളമില്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ ഏറ്റവും അധികം പണം കൊടുത്ത് വെള്ളം വാങ്ങുന്ന ആളുകളാണ് ഈ കുട്ടനാട്ടിലെ പാവപ്പെട്ടവരെന്നാണ് പറയാൻ കഴിയുക. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം കുട്ടനാട് കൈനഗിരിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഇടവേള. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ വർഗീസിന് എതിരെ, അതായത് മെയ് ദിനത്തിന്റെ ഭാഗമായി കായംകുളത്ത് CITU-വിന്റെയും AITUC-യുടെയും ആഭിമുഖ്യത്തിൽ റാലി നടത്തി. CPM കായംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപത്തു നിന്നായിരുന്നു തുടക്കം. മെയ് ദിന സമ്മേളനം മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സർവ്വദേശീയ തൊഴിലാളി ദിനത്തിലും അതിജീവന പോരാട്ടത്തിലാണ് പാലക്കാട് ചാലിശ്ശേരി സ്വദേശി ഫ്രാൻസിസ്. ഇടതു കൈപ്പത്തി അറ്റുപോയിട്ടും കഴിഞ്ഞ 7 വർഷമായി നാളികേരം പൊളിക്കുന്ന തൊഴിലെടുത്താണ് ഫ്രാൻസിസ് കഴിയുന്നത്. പരിമിതികളെ തോൽപ്പിച്ച അതിജീവന പോരാട്ടം. ഈ തൊഴിലാളി ദിനത്തിൽ വേറിട്ട കാഴ്ചയാവുകയാണ് പാലക്കാട് ചാലിശ്ശേരിയിലെ ഫ്രാൻസിസ്. ഇടത് കൈപ്പത്തി അറ്റുപോയിട്ടും നാളികേരം പൊളിക്കുന്ന തൊഴിലെടുത്ത് കഴിഞ്ഞ 7 വർഷമായി കുടുംബം പോറ്റുകയാണ്. ചെന്നൈയിൽ പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനിയിൽ മെഷീൻ ഓപ്പറേറ്ററായി ജോലി ചെയ്യുന്നതിനിടെ മെഷീനറിയിൽ കുടുങ്ങി ഇടത് കൈപ്പത്തി നഷ്ടമായി. നാട്ടിലെത്തി കൃത്രിമ കൈ ഘടിപ്പിച്ചു. ചാലിശ്ശേരി ഗ്രാമത്തിൽ നാളികേരം പൊളിക്കുന്ന ജോലിയിൽ സജീവമായിരുന്ന പിതാവ് ജോണിയെ സഹായിക്കുന്നതിനായി ഈ പണിയിൽ ഏർപ്പെട്ടതോടെ ഉപജീവന മാർഗമായി. കൃത്രിമ കൈപ്പത്തി അഴിച്ചുവെച്ച് കോട്ടൺ തുണി കൊണ്ട് കൈ മുറുക്കി കെട്ടിയാണ് നാളികേരം പൊളിക്കുന്നത്. അസഹ്യമായ വേദനയുണ്ടാകുമെങ്കിലും വേദന അകറ്റാൻ മരുന്നുകൾ തേച്ചു പിടിപ്പിക്കും. നാളികേരത്തിന് വിലയിടിഞ്ഞതോടെ വിപണി വളരെ കുറവാണ്. ഇപ്പോൾ സീസൺ ആയതിനാൽ പണി ലഭിക്കുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട് വടകരയിൽ യുവാവിനെ ഓട്ടോറിക്ഷയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ സ്വദേശി ഷാനിഫ് സിനിയാണ് മരിച്ചത്. രാത്രി 10 മണിയോടെ JT റോഡിൽ നിർത്തിയിട്ട ഓട്ടോയിലാണ് യുവാവിനെ ബോധരഹിതനായി കണ്ടത്. നാട്ടുകാർ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇയാളുടെ കയ്യിൽ നിന്നും സിറിഞ്ചും കണ്ടെത്തി. മൂന്നാർ ടൗണിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വാടകയ്ക്ക് നൽകുന്നതിൽ പ്രതിഷേധം. ടൗണിൽ മതിയായ സൗകര്യമില്ലെന്നിരിക്കെ പാർക്കിംഗ് ഗ്രൗണ്ട് ഇതര ആവശ്യങ്ങൾക്ക് വിട്ടു നൽകുന്നത് ശരിയായ പ്രവണതയല്ലെന്നാണ് ആക്ഷേപം. ബസ്സുകളടക്കം പാർക്ക് ചെയ്യുന്നത് ഈ ഗ്രൗണ്ടിലാണ്. പാർക്കിംഗ് ഗ്രൗണ്ട് സ്വകാര്യ പരിപാടികൾക്കായി വിട്ടു നൽകുന്നതോടെ ഈ വാഹനങ്ങൾ മറ്റെവിടെയെങ്കിലും പാർക്ക് ചെയ്യേണ്ടി വരും. ഈ സമയം പാർക്കിംഗ് ഗ്രൗണ്ട് ഒഴിവാക്കി റോഡരികിൽ കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കാൻ ഇടയാക്കുമെന്നാണ് ആക്ഷേപം. മൂന്നാർ വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അവധിക്കാല ക്യാമ്പിന് തുടക്കമായി. മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ വിനോദ് ഉദ്ഘാടനം ചെയ്തു. വിജയപുരം സോഷ്യൽ സർവീസസ് സൊസൈറ്റി റീജിയണൽ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കമ്പോളത്ത് പറമ്പിൽ അധ്യക്ഷനായി. ഇടുക്കിയുടെ വിവിധ പ്രദേശങ്ങളിലെ ബാലവേദി യൂണിറ്റുകളിൽ നിന്നും 50 കുട്ടികൾ 3 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കും. കടുത്ത വരൾച്ചയിലും പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് തടയാൻ നടപടിയില്ല.
പാലക്കാട് തിരുമിറ്റക്കോട് ചാത്തന്നൂരിലാണ് പാതയോരത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴാകുന്നത്. ഉയർന്ന പ്രദേശങ്ങളിലടക്കം വെള്ളം കിട്ടാത്ത സാഹചര്യം നിലനിൽക്കെയാണ് കുടിവെള്ളം പാഴാകുന്നത്. കനത്ത വേനലിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കുടിവെള്ളം പാഴാകുന്നത് അധികൃതരുടെ അനാസ്ഥ മൂലമെന്നാണ് ആരോപണം. ഇടുക്കിയിൽ മാലിന്യ സംസ്കരണത്തിൽ വീഴ്ച വരുത്തിയ റിസോർട്ടുകൾക്കെതിരെ നടപടി. ആനച്ചാൽ ഇ.ടി.സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഫ്ലോഗ് വൈബ് റിസോർട്ടുകളുടെ പ്രവർത്തനമാണ് പ്രശ്നം പരിഹരിക്കും വരെ നിർത്താൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സ്ഥാപനങ്ങളിൽ നിന്നും മലിനജലം ജനവാസ മേഖലയിലേക്കും സമീപത്തെ ജലസ്രോതസ്സുകളിലേക്കും ഒഴുകുന്നുവെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടിയെന്ന് ദേവികുളം സബ് കളക്ടർ പ്രതികരിച്ചു. കൃഷിയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയാണ് മലപ്പുറത്തെ യുവാക്കളുടെ കൂട്ടായ്മ. 4 വ്യത്യസ്ത ഇനം തണ്ണിമത്തനാണ് ആദവനാട് പൊന്നാടിക്കുളമ്പിലെ യുവാക്കൾ വിളയിക്കുന്നത്. ഈ ഒരു ഏരിയ മൊത്തം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും, ഇവിടെ വന്ന് വാങ്ങാം. ഏതായാലും 100 കിലോ ഞാൻ ബുക്ക് ചെയ്തു. ഷഫീഖ്, ഇബ്രാഹിം, ഷിഹാബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത്. ഇവരുടെ സംഘത്തിൽ വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന 16 യുവാക്കളുണ്ട്. ജോലി സമയത്തിന് ശേഷമുള്ള ഇടവേളയിലാണ് കൃഷി. 4 തരം തണ്ണിമത്തൻ കൃഷി ചെയ്തപ്പോൾ നല്ല വിളവ് കിട്ടി. ജൂബിൾ കിങ്, ഷുഗർ കീൻ, ഓറഞ്ച്, വാട്ടർ, യെല്ലോ എന്നിവയാണ് കൃഷിക്കായി ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ കൃഷിഭവനിൽ നിന്ന് വേണ്ട നിർദ്ദേശങ്ങളും ഇവർക്ക് കിട്ടി. ഞങ്ങൾ ഇവിടെ പാടം ബോയ്സ് പൊന്നാടിക്കുളമ്പ് തന്നെ ഒരു കൂട്ടായ്മയാണ്. ഞങ്ങൾ 16 ചെറുപ്പക്കാർ കൂടിയിട്ട് ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഈ പാടത്തെ തണ്ണിമത്തൻ ഞങ്ങൾ വിളവെടുത്തു. വളരെ നല്ലൊരു ഫലം ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങളിതാ ഈ 16 യുവാക്കളാണ് ഈ ഒഴിഞ്ഞു കിടന്ന വയൽപ്രദേശം ഞങ്ങൾ അടിപൊളിയായി കൃഷി ചെയ്തു. നല്ല റിസൾട്ട് നമുക്ക് കിട്ടി. 16 യുവാക്കളെല്ലാവരും കൂടി തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ്. ട്രിപ്പ് വഴിയാണ് കൃഷി ഇട്ടിട്ടുള്ളത്. ഷീറ്റും പൈപ്പും എല്ലാ വളമി ബാക്കിയുള്ള എല്ലാ ഇതും ട്രിപ്പ് വഴിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 55ാമത്തെ ദിവസമാണ് ഇന്ന് വിളവെടുക്കാൻ നിന്നത്. 55ാമത്തെ ദിവസം പുതിയ വിത്താണ് ഞങ്ങൾ പരീക്ഷിച്ചിട്ടുള്ളത്. ജൂബിലി കിങ് എന്ന് പറഞ്ഞ വിത്ത്. നല്ല റിസൾട്ടാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത്. 2.5 ഏക്കറിലെ തണ്ണിമത്തൻ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ തണ്ണിമത്തൻ വിൽക്കുമെന്ന് ഇവർ പറയുന്നു. ഇറാനി തണ്ണിമത്തന്റെ വിളവെടുപ്പും ഉടനുണ്ടാകും. കൃഷി കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമുക്കറിയാം, ഇപ്പോൾ കൃഷിയിൽ നിന്ന് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അന്യം നിന്ന് പോകുന്ന ഒരു സമയത്ത് ഇവിടെയുള്ളൊരു കൂട്ടായ്മയുടെ വിജയമാണ് ഇന്ന് ഇവിടെ കണ്ടത്. അത് മാത്രമല്ല, നമ്മളിവിടെ സ്ഥിരം, നമ്മളിപ്പോൾ കൃഷി ഓഫീസർ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളിവിടെ ആദ്യമായിട്ടാണ് പഞ്ചായത്തിൽ തണ്ണിമത്തൻ കൃഷി നടത്തുന്നതും അതിങ്ങനെ നല്ല രീതിയിൽ വിളവെടുക്കാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ള ചെറുപ്പക്കാർക്കും കൂടി ഒരു പ്രചോദനമാവണം. ഇവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൃഷിഭവനുമായിട്ട് ഇവർ ബന്ധപ്പെട്ടിരുന്നു. എല്ലാവരും കൃഷിഭവനിൽ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിത് തുടക്കം മുതലേ നമുക്ക് നോക്കാനായിട്ട് പറ്റിയിരുന്നു. അപ്പോൾ ഇവർ വിത്ത് വാങ്ങിയതെല്ലാം പുറത്തു നിന്നാണെങ്കിൽ കൂടി അവർക്ക് ബാക്കി ഇത് ചെയ്യുന്ന, അതായത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് കുറേ സംശയങ്ങളുണ്ടാവും, ഇതെങ്ങനെ എത്താന്നുള്ളതുണ്ടാവും. അപ്പോൾ ഇവർ നമ്മളെ കൂടാതെ ഇവർ ഈ തണ്ണിമത്തൻ കൃഷി മുന്നേ ചെയ്തിരുന്ന ആളുകളുമായിട്ടെല്ലാം കോണ്ടാക്ട് ചെയ്തിട്ട് വളരെ നല്ല രീതിയിലാണ് ഇവരിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പിന്നെ കൃഷിഭവന് കുമ്മായവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 1 ഏക്കർ പച്ചക്കറിയും കൂടെ ഇവർ ഹൈബ്രിഡ് പച്ചക്കറിയും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് 1.5 ഏക്കറോളം തണ്ണിമത്തനും ബാക്കി 1 ഏക്കറോളം ഹൈബ്രിഡ് പച്ചക്കറിയും കൂടെ ഇവർ ചെയ്യുന്നുണ്ട്. AK ഷരീഫാണ് തണ്ണിമത്തൻ കൃഷി ചെയ്യാൻ സ്ഥലം വിട്ടു നൽകിയത്. കൂടാതെ ബാക്കിയുള്ള 1.5 ഏക്കറിൽ പച്ചക്കറി കൃഷിയും ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6540, പവന് 52,320. 18 ക്യാരറ്റ് ഗ്രാമിന് 5465, പവന് 43,720. വെള്ളി ഗ്രാമിന് 87, കിലോയ്ക്ക് 87,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. നടത്തേണ്ടതുണ്ട്.